ഹായ് എല്ലാവർക്കും നമസ്കാരം. അപ്പോൾ ഞാനിന്ന് സംസാരിക്കുന്നത് വളരെ ട്രെൻഡിങ് ആയിട്ടുള്ളൊരു കാര്യത്തെക്കുറിച്ചിട്ടാണ്. കൊളജൻ. ഇപ്പോൾ കൊളജൻ സപ്ലിമെൻറ്റ്സ് വളരെ ട്രെൻഡിങ് ആണ്. അപ്പോൾ നമ്മുടെ ശരീരത്തിൽ എങ്ങനെ കൊളജൻ നമുക്ക് നാച്ചുറലായിട്ട് ഇൻക്രീസ് ചെയ്യാൻ പറ്റും, എന്തൊക്കെയാണ് നമ്മുടെ ശരീരം കാണിച്ചു തരുന്നത് കൊളാജൻ ഡെഫിഷ്യൻസി വരുമ്പോൾ എന്നുള്ളതാണ് ഞാൻ ഇന്ന് ഈ വീഡിയോയിൽ കൂടെ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ ആദ്യം ഡെഫിഷ്യൻസി വരുമ്പോൾ നമ്മുടെ ശരീരം കാണിച്ചു തരുന്ന കുറച്ച് ലക്ഷണങ്ങളെക്കുറിച്ച് നമുക്ക് പരിചയപ്പെടാം. ആദ്യത്തെ എന്ന് പറയുന്നത് നമ്മുടെ ഹെയർ തിന്നാവുന്നത്. രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് നമ്മുടെ നെയിൽസ് പെട്ടെന്ന് പൊട്ടിപ്പോകുന്ന ഒരവസ്ഥ. മൂന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് നമുക്ക് ജോയിൻസിലൊക്കെ പെയിൻ വരുന്നത്. നാലാമത്തെ കാര്യം എന്ന് പറയുന്നത് നമുക്ക് റിങ്കിൾസ് ഫോം ചെയ്യുന്നത് ശരീരത്തിൽ. അടുത്ത കാര്യം എന്ന് പറയുന്നത് നമുക്ക് സാഗി സ്കിന്ന് വരുന്നത്. എങ്ങനെയാണ് നമുക്ക് കോളജൻ നമ്മുടെ ശരീരത്തിൽ കൂട്ടാൻ പറ്റുന്നത്, എന്തൊക്കെയാണ് നാച്ചുറൽ ഫുഡ്സ്, അതാണ് ഞാൻ അടുത്ത് ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ ആദ്യത്തെ ഫുഡ് എന്ന് പറയുന്നത് ജെലാറ്റിൻ നമുക്ക് ഉപയോഗിക്കാം നമ്മുടെ ശരീരത്തിൽ കോളജൻ ഇൻക്രീസ് ചെയ്യാൻ വേണ്ടിയിട്ട്. അടുത്തെന്ന് പറയുന്നത് ബോൺ ബ്രോത്ത്. അതിപ്പോൾ ബീഫിൻ്റെ ആയാലും ചിക്കൻ്റെ ആയാലും എന്തിൻ്റെ ആയാലും നമുക്ക് ബോൺ ബ്രോത്ത് വെച്ച് കഴിക്കുന്നത് നമ്മുടെ ശരീരത്തിൽ കോളജൻ കൂട്ടാനായിട്ട് വളരെയധികം സഹായിക്കും. പിന്നെ എഗ് വൈറ്റ് നമ്മുടെ ശരീരത്തിൽ കോളജൻ കൂട്ടാനായിട്ട് വളരെയധികം സഹായിക്കും. പിന്നെ ചിക്കൻ്റെ സ്കിന്ന് വെച്ച് ബ്രോത്ത് ഉണ്ടാക്കി കഴിഞ്ഞാലും നമുക്ക് നമ്മുടെ ശരീരത്തിൽ കോളജൻ വർദ്ധിപ്പിക്കാനായിട്ട് സാധിക്കും. അപ്പോൾ കോളജൻ എപ്പോഴും നമ്മുടെ ഡയറ്റിൽ ഉൾപ്പെടുത്തുകയാണെങ്കിൽ വൈറ്റമിൻ സിയും കൂടി ഉൾപ്പെടുത്തണം. നല്ല അബ്സോർപ്ഷൻ, കോളജൻ്റെ അബ്സോർപ്ഷൻ കൂട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ വൈറ്റമിൻ സി ധാരാളം അടങ്ങിയ ഫുഡും അതിനോടൊപ്പം കഴിക്കണം. അതായത് ചെറുനാരങ്ങ, ഓറഞ്ച് പോലുള്ള ഫുഡുകൾ നമുക്ക് കഴിക്കാവുന്നതാണ് ബെറ്റർ റിസൾട്ടിന് വേണ്ടിയിട്ട്. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങളുടെ ഫാമിലിക്കും ഫ്രണ്ട്സിനും എല്ലാവർക്കും ഷെയർ ചെയ്യണം. അപ്പോൾ നെക്സ്റ്റ് വീഡിയോ വരുന്നവരെ സ്റ്റേ ട്യൂൺ, സ്റ്റേ ഹെൽത്തി, ബൈ.